ആഡ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ അങ്ങനത്തെ സമയത്ത് നമ്മൾ മെയിൻലി കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പല ബ്രാൻഡ്സും അവരുടെ ബഡ്ജറ്റ് വല്ലാതെ ബേൺ ഔട്ട് ചെയ്യാറുണ്ട്. അതായത് അത് പ്രോപ്പർലി ആയിരിക്കില്ല യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളെ ബഡ്ജറ്റ് എപ്പോഴും, അതായത് ഇപ്പം പ്ലാറ്റ്ഫോമിലേക്ക് ടെസ്റ്റിങ്ങിന് ഇന്നഫ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എപ്പോഴും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുക. മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ആഡ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് ആണ്. ആ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഗൂഗിളും ഫേസ്ബുക്കും മറ്റേയും കൂടി ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു ചാനൽ ചൂസ് ചെയ്യും. കാരണം വെച്ചാൽ നമുക്ക് ഈവൻ നമ്മളൊരു ലെസ് ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ പ്ലാറ്റ്ഫോമിന് ഇന്നഫ് ആയിട്ടുള്ള ലേണിംഗ് അവിടെ നടക്കൂല. ഇപ്പം മെറ്റേന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റയിലേക്ക് വരുന്ന സമയത്ത് ഇനീഷ്യൽ ടൈം 7 days ആണ് ലേണിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആ ലേണിംഗ് പീരീഡിന്റെ അകത്ത് നിങ്ങൾ സിസ്റ്റത്തിന് പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നൽസ് കൊടുത്താലാണ് നിങ്ങൾക്ക് റിട്ടേൺസ് ആയിട്ട് വരുള്ളൂ. ചില ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട്, അതായത് ഇപ്പം അവർ കോമ്പറ്റ് ചെയ്യുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡ്, ഫോർ എക്സാമ്പിൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആണെങ്കിൽ അവർ കോമ്പറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവൈസ് അല്ലെങ്കിൽ LP പോലത്തെ ബ്രാൻഡുമായിട്ട്. ബട്ട് അതിനുള്ള ഒരു USPs അവർക്ക് ഉണ്ടാവില്ല. അവർ കോമ്പറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ബട്ട് വൈ ദേ ചൂസ്, അതായത് ഇപ്പം ഏതൊരു എൻഡ് യൂസറും ചിന്തിക്കുന്ന പറഞ്ഞാൽ വൈ ഐ ചൂസ് ദം എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ എന്തിനെ ഞാൻ ചൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫാക്ടർ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ ആ ഒരു അതാണ് ആ ഒരു ഞാൻ മെയിൻ പറഞ്ഞത്.